Hello everyone. Today we will discuss Kerala Geography Part 2. ഭൂവിഭാഗങ്ങൾ. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ മൂന്ന് ഭൂവിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു. മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഹൈലാൻഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്, ഹൈലാൻഡ്. കേരള ഭൂപ്രകൃതിയുടെ 48% മലനാടാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 75 മീറ്റർ ഉയരത്തിലുള്ള മലനാടിന്റെ ഭാഗമായി വരുന്ന മലനിരകളാണ് പശ്ചിമഘട്ടം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശങ്ങൾ കാണപ്പെടുന്നതും ഈ ഭാഗത്താണ്. മലനാട് പ്രദേശം ഉൾപ്പെടാത്ത കേരളത്തിലെ ഏക ജില്ല ആലപ്പുഴയാണ്. കേരളത്തിലെ നദികളുടെ ഉത്ഭവ പ്രദേശമാണ് മലനാട്. സഹ്ർ പർവ്വത സഹ്യപർവ്വത നിര എന്നറിയപ്പെടുന്ന പർവ്വത നിര ഏതാണ്? പശ്ചിമഘട്ടമാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി. അടുത്ത ആനമുടി. ആനമുടി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഏതാ? ആനമുടിയാണ്. ഇരവിക്കുളം ദേശീയ പാർക്കിന്റെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഉയരം, ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695, 2695 മീറ്റർ, അതായത് 8842 ഫീറ്റ്. ഉയരം ആദ്യമായി രേഖപ്പെടുത്തിയ വ്യക്തി ആരാണ്? ജനറൽ ഡഗ്ലസ് ഹാമിങ്ടൺ ആണ്. ജനറൽ ഡഗ്ലസ് ഹാമിങ്ടൺ 1862. സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ്. ആനമല. ഓക്കെ, ആനമുടി. ഓക്കെ. നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ആനമുടിയുടെ നോർത്ത് വരുന്നത് ആനമല, പളനിമല. ഓക്കെ. പഞ്ചായത്ത് ഏതാ? മൂന്നാറ്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ആനമുടി ഏത് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? മൂന്നാറില്. താലൂക്ക് ദേവികുളം. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മീശപ്പുലിമലയാണ്. മീശപ്പുലിമല, ഇടുക്കി, 2640 മീറ്റർ. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല, ഇടുക്കി, 2640 മീറ്റർ. ഓക്കെ. NCERT പാഠപുസ്തക പ്രകാരം ദോഡാബേട്ട, തമിഴ്നാട്. തെക്കേ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി NCERT പാഠപുസ്തക പ്രകാരം ദോഡാബേട്ടയാണ്, തമിഴ്നാട്, 2637 മീറ്റർ. കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി മീശപ്പുലിമല, പശ്ചിമഘട്ടം. ഔദ്യോഗിക രേഖകളിൽ അഗസ്ത്യർ കൂടം എന്നും പരാമർശിക്കുന്നു, 1868. മലനാട് പ്രദേശത്തെ പ്രധാന കൃഷിവിളകൾ ഏതൊക്കെയാണ്? തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ. തേയില, കാപ്പി, ഏലം, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ. പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന മലനിര അഗസ്ത്യർ കൂടാണ്. അഗസ്ത്യാർ കൂടം. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്കാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക്. 2016 യുനെസ്കോയുടെ ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവ മേഖല അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ആണ്. 2016 യുനെസ്കോയുടെ ലോക ജൈവ മണ്ഡല ശൃംഖലയിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ ജൈവ മേഖല ഏതാണ്? അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ്. ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ 10ാമത്തെ ജൈവമണ്ഡലം ഏതാണ്? അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവ് ആണ്. ജൈവ കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച വർഷം 2001. ഉയരം 1868 മീറ്റർ. താലൂക്ക് എവിടെയാണ്? നെടുമങ്ങാട്. ഓക്കെ. അഗസ്ത്യമല പടിഞ്ഞാറോട്ടാണ്. അഗസ്ത്യമല പടിഞ്ഞാറോട്ട്. കര ഓക്കെ. അഗസ്ത്യമല പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കരമന നദി, അതുപോലെ നെയ്യാറ്. കിഴക്കോട്ട് ഒഴുകുന്നത് താമ്രപർണി, തമിഴ്നാട്. മാന്നാർ ഉൾക്കടലിൽ പതിക്കുന്നു. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിരുന്നു വന്യജീവി സങ്കേതങ്ങൾ. ഓക്കെ. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിരുന്ന വന്യജീവി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? നെയ്യാറ്, പേപ്പാറ, ചെന്തുരുണി. അടുത്ത പാസസ് ആണ്, ചുരങ്ങൾ. പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളുടെ എണ്ണം എത്രയാണ്? 16 ആണ്. 16. പാലക്കാട് ചുരം, പാലക്കാട് ആൻഡ് കോയമ്പത്തൂർ. താമരശ്ശേരി ചുരം ഏതിനൊക്കെ കണക്ട് ചെയ്യുന്നു? കോഴിക്കോട് ആൻഡ് വയനാട്. കമ്പൻ ചുരം തൊടുപുഴ ആൻഡ് കമ്പം കണക്ട് ചെയ്യുന്നു. നായ്ക്കന്നൂർ ചുരം മധുരൈ ആൻഡ് ഇടുക്കിനെ കണക്ട് ചെയ്യുന്നു. ആരമ്പാടി ചുരം ഓർ ആരുമൊഴി ചുരം തിരുവനന്തപുരം, കന്യാകുമാരി ആൻഡ് തിരുനെൽവേലി കണക്ട് ചെയ്യുന്നു. ഓക്കെ. പേരമ്പാടി ചുരം കണ്ണൂരിനെയും കൂർഗിനെയും കണക്ട് ചെയ്യുന്നു. പെരിയ ചുരം വയനാടിനെയും മൈസൂരിനെയും കണക്ട് ചെയ്യുന്നു. ആര്യങ്കാവ് ചുരം പുനലൂരിനെയും ചെങ്കോട്ടയെയും കണക്ട് ചെയ്യുന്നു. നാടുകാണി ചുരം മലപ്പുറം, ഊട്ടിയെ കണക്ട് ചെയ്യുന്നു. നിലമ്പൂർ ആൻഡ് കൂടല്ലൂർ. പാൽ ചുരം വയനാട്, കണ്ണൂർ. മാനന്തവാടി, കൊട്ടിയൂര് കണക്ട് ചെയ്യുന്നു. ഓക്കെ.
പാൽച്ചുരം വയനാട്, കണ്ണൂർ, മാനന്തവാടി, കൊട്ടിയൂര്. ഓക്കെ. കുറ്റ്യാടി ചുരം കോഴിക്കോട്, വയനാട്. ഓക്കെ. പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം. വീതി എത്രയാണ്? 30 to 40 കിലോമീറ്റർ ആണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544 ആണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. അടുത്ത താമരശ്ശേരി ചുരം വയനാടൻ ചുരം എന്നും അറിയപ്പെടുന്നു. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ചുരമാണ്. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ജില്ല താമരശ്ശേരി ചുരം കോഴിക്കോടിലാണ്. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നു താമരശ്ശേരി ചുരം. ഓക്കെ. വയനാട് ചുരം എന്നറിയപ്പെടുന്നു. താമരശ്ശേരി ചുരം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി ആരാണ്? കരിന്തണ്ടനാണ്. കരിന്തണ്ടൻ. താമരശ്ശേരി ചുരം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി കരിന്തണ്ടൻ. കടന്നു പോകുന്ന ദേശീയപാത NH 766. NH 766. ഓക്കെ. പേരമ്പാടി ചുരം. പേരമ്പാടി ചുരം ബന്ദിപ്പൂർ വന്യജീവി സങ്കേതത്തിന് അടുത്തുള്ള ചുരമാണ് പേരമ്പാടി ചുരം. ഓക്കെ. PSC മുൻ വർഷ ചോദ്യങ്ങൾ. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓറോളജിയാണ്. ഓറോളജി. പർവ്വതങ്ങളെ കുറിച്ചുള്ള പഠനം ഓറോളജി. കേരളത്തിന്റെ പ്രവേശന കവാടം പാലക്കാടാണ്. ഇന്ത്യയുടെ ഏലം തലസ്ഥാനം ബോഡി നായ്ക്കന്നൂർ. ഇന്ത്യയുടെ ഏലം തലസ്ഥാനം ബോഡി നായ്ക്കന്നൂർ. ബോഡി നായ്ക്കന്നൂരിനെ തെക്കൻ കശ്മീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. നാടുകാണി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. അടുത്തത് പാലക്കാട് ചുരം NH 544. വയനാട് ചുരം NH 766. അതായത് കടന്നു പോകുന്ന ദേശീയപാതയാണ്. ഓക്കെ. പാലക്കാട് ചുരം കടന്നു പോകുന്ന ദേശീയപാത NH 544. വയനാട് ചുരം കടന്നു പോകുന്ന ദേശീയപാത NH 766. ആര്യങ്കാവ് ചുരം കടന്നു പോകുന്ന പാത NH 744. ബോഡി നായ്ക്കന്നൂർ ചുരം NH 85. കുറ്റ്യാടി ചുരം SH 54. പീഠഭൂമി. അടുത്താണ് പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാടാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. പ്രധാന പീഠഭൂമികൾ വയനാട് പീഠഭൂമി, നെല്ലിയാമ്പതി പീഠഭൂമി, മൂന്നാർ പീരുമേട് പീഠഭൂമി, പെരിയാർ പീഠഭൂമി. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്ടിലാണ്. വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.